ഹായ് ഹലോ മക്കളെ. അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ നമ്മുടെ സെക്കൻഡ് ടേം എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ, 7ാം ക്ലാസ്സുകാരുടെ മാത്സ് എക്സാമിന്റെ ആൻസർ കീ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിച്ച് എക്സാം എഴുതിയോ? ഇനി അങ്ങനെ എഴുതാൻ പറ്റാതിരുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ഇന്നിപ്പോ ആ ആൻസേഴ്സ് കണ്ട് അത് എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇന്ന് തന്നെ പഠിക്കാം കേട്ടോ. നോക്കാം നമുക്ക് എന്നാ ചെയ്യാലോ. ഓക്കെ ആണല്ലോ, ശരി. അപ്പോ നമ്മളുടെ സെക്കൻഡ് ടേം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക് എന്നാ. റെഡി. അപ്പൊ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 2 സെറ്റിന്റെ 1A ഉണ്ട് 1B ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ചെയ്താൽ മതിയായിരുന്നു എക്സാമിന്. പക്ഷെ നമ്മൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. നോക്കാം നമുക്ക് എന്നാ. യെസ്. അപ്പോൾ 1Aയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. A rectangle was made using a string of 60 centimeter long. ഒരു റെക്ടാങ്കിൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചരട് ഉപയോഗിച്ചാണ്. അതിന് 60 സെന്റിമീറ്റർ നീളമുണ്ട്. 60 സെന്റിമീറ്റർ നീളമുള്ള ഒരു ചരട് ഉപയോഗിച്ച് നമ്മൾ ഒരു ചതുരം നിർമ്മിച്ചിരിക്കുന്നു. ഇതിനകത്ത് മറ്റൊരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് the ratio of its width and height is 3:2. ഇതിന്റെ വീതിയും ഉയരവും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 3:2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നു what is the width and height in centimeters. വീതിയും ഉയരവും സെന്റിമീറ്ററിൽ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ 60 സെന്റിമീറ്റർ എന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ചുറ്റളവാണ് എന്ന് മനസ്സിലാക്കിയാലേ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് കൂടാതെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. റെക്ടാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താടാ? 2 × L + B. ആ 2 × L + B ആണ് ഈ തന്നിരിക്കുന്ന 60 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ L + B കണ്ടുപിടിക്കാനായിട്ട് 2നെ നമ്മൾ തൊട്ടുപുറത്തോട്ട് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് 60/2 = 30 എന്ന് കിട്ടും. അതായത് എല്ലും ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 30 ആണ് കിട്ടേണ്ടത്. നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് L:B റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഹൈറ്റും വിട്ടും കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത പേജ് ഒന്ന് എടുക്കുവാണ്, അതിനകത്ത് എഴുതാൻ പോവാണ് കേട്ടോ. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. ലെങ്ത് ഈസ് ടു ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് എന്ന് നമുക്ക് കൊടുക്കാം അല്ലേ. യെസ്, വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് നമ്മൾ കൊടുത്തു. അതിൻ്റെ റേഷ്യോ തന്നിരിക്കുന്നത് 3:2 ആണ്. 3:2 കൊടുത്തു. നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 30 കിട്ടും എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് വിഡ്ത്തിന് 3x എന്നും ഹൈറ്റിന് 2x എന്നും കൊടുക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാമല്ലോ. അതായത് 3x + 2x എന്ന് പറഞ്ഞാൽ 5x ആണ്. അതായത് ഈ 5x ആണ് ഈ തന്നിട്ടുള്ള 30 എന്ന് പറയുന്നത്. therefore x is equal to 30/5 that is equal to 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കാലോ. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 3x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 6 18 സെന്റിമീറ്റർ എന്ന് കിട്ടും. കൂടാതെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ 2x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 6 12 സെന്റിമീറ്റർ എന്നും കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ വിട്ടും കിട്ടി ഹൈറ്റും കിട്ടി. നമുക്ക് ഉത്തരം നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പെരിമീറ്ററിന്റെ കോൺസെപ്റ്റ് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ഉത്തരവും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. നമ്മുടെ അടുത്ത ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് പാർട്ട് ഓഫ് വിഡ്ത്ത് ഈസ് ഇറ്റ്സ് ഹൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിഡ്ത്ത് വീതിയുടെയും നീളവും നമുക്കൊന്ന് എടുത്തെഴുതാവേ. വീതിയുടെ നീളവും ഉയരവും നമുക്കൊന്ന് എടുത്തെഴുതാം. ഉയരം എഴുതാലോ. വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 18 ആണ് അല്ലേ. അപ്പോൾ 18 സെന്റിമീറ്റർ, ഹൈറ്റ് 12 സെന്റിമീറ്റർ. നോക്കിക്കോളൂ, വാട്ട് പാർട്ട് ഓഫ് വിഡ്ത്ത്, വിഡ്ത്തിന്റെ എത്ര ഭാഗമാണ്, അപ്പോൾ വിഡ്ത്തിന്റെ എത്ര ഭാഗമാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 18 ആണ്. 18ന്റെ എത്ര ഭാഗമാണ് ഹൈറ്റ് ആയിട്ടുള്ള 12 എന്നാണ് ചോദ്യം. അപ്പൊ പാർട്ടിനെ ഇവിടെ നിർത്തിക്കൊണ്ട് 18നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 12/18 എന്ന് കിട്ടും. അതായത് 2/3 പാർട്ട് എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. 2/3 ആണ് നമ്മളുടെ ഉത്തരം നമുക്ക് ലഭിക്കേണ്ടത്. കിട്ടിയാലോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സി പാർട്ട്. If the ratio of the width and height of the rectangle having the same perimeter is 2:1. റേഷ്യോ മാത്രം മാറി, പെരിമീറ്റർ സെയിം ആണ്. അതായത് 2 × L + B എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 60 ആണ്. L + B എന്ന് പറഞ്ഞാൽ അപ്പോൾ 30 ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. തന്നിരിക്കുന്നത് വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? 30 × 1/3. നോക്കിക്കേ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2:1 ആണെന്നുണ്ടെങ്കിൽ 3ൽ 1 എന്നല്ലേ നമുക്ക് കിട്ടുക. 1/3 ആണ് അല്ലേ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് കിട്ടും. 10 സെന്റിമീറ്റർ ആണ് നമ്മളുടെ ഉത്തരം വരുന്നത്. ഹൈറ്റ് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് മാത്രം കണ്ടുപിടിച്ചാൽ നമുക്ക്
ഉത്തരത്തിലേക്ക് എത്താം. 10 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഡീപ് പാർട്ട് ക്വസ്റ്റ്യൻ വളരെയധികം ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇഫ് ദ വിഡ്ത് ഓഫ് എ റെക്ടാംഗിൾ is 1/2 meter and height is 1/3 meter, which of the following statement is correct about the ratio of its width and height? ശ്രദ്ധിക്കാം, നമുക്ക് അടുത്ത കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. റേഷ്യോസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ഇതിനകത്തേക്ക് പോയാൽ പോരെ? മതി. നമുക്ക് നോക്കാം. വിഡ്ത് എന്ന് പറയുന്നത് 1/2 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 1/3 ആണ്. നമുക്ക് കണ്ടുപിടിക്കാലോ. 1/2 is to 1/3. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ? അല്ല. 2ഉം 3ഉം ആണ് കിടക്കുന്നത്. 2നെ നമുക്ക് 3 ആക്കാനും പറ്റില്ല, 3നെ നമുക്ക് 2 ആക്കാനും പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളെ എടുക്കാം അല്ലെ? 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കാം, 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കാം. ഏറ്റവും ആദ്യം കോമൺ ആയിട്ട് കിട്ടുന്ന ആളാരാണ്? 6. 6 എന്ന് പറയുന്ന ഒരാളെ നമുക്ക് കിട്ടൂലേടാ? യെസ്. 2 into 3 ചെയ്താൽ നമുക്ക് ഇവിടെ 6 ആക്കാം. 3 into 2 ചെയ്താൽ നമുക്ക് അപ്പുറത്ത് 6 ആക്കാം. ഓക്കെ, അപ്പോ മുകളിൽ 3, ഇവിടെ മുകളിൽ 2. അപ്പൊ നമ്മുടെ റേഷ്യോയിൽ എന്ത് വ്യത്യാസം വന്നു? 3/6 is to 2/6 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ റേഷ്യോ എത്രയാടാ? 3:2 ആണ് നമ്മളുടെ റേഷ്യോ കിട്ടേണ്ടത്. അതായത് വിഡ്ത് ഈസ് ടു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3:2 കിട്ടണം. ഇനി അന്ന് കണ്ടുപിടിച്ചാൽ പോരെ? യെസ്. ഏറ്റവും ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ കിടക്കുന്നുണ്ട് 3:2 എന്നുള്ളതാണ് നമ്മളുടെ അംശബന്ധം കിട്ടേണ്ടത്. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ എ ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1B ക്വസ്റ്റ്യനിലേക്ക് കിടക്കുവാണ്. ഇത് നമ്മുടെ ജാറിൽ വെള്ളം നിറയ്ക്കുന്ന പരിപാടിയാണ് അല്ലെ? ജാർ 1 contains 3/4 part of water. 3/4 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 3/4 ഭാഗത്തോളം വെള്ളം എന്തിലുണ്ട്? നമ്മുടെ ജാർ 1ലുണ്ട്. സെക്കൻഡിലാണെങ്കിലോടാ ഹാഫ് പാർട്ട് ഓഫ് വാട്ടർ. ചിലപ്പോൾ ഇതിനകത്ത് കുറച്ചുപേരെ കൂടെ കുഴഞ്ഞു പോയിട്ടുണ്ടാവും. കുറച്ചുപേരെ ആലോചിച്ചിട്ടുണ്ടാവും 3/4ന്റെ പകുതിയാണോ അപ്പുറത്ത് വരുന്നത്, അതാണോ എന്ന് കുറച്ചുപേരെ ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ജാർ നോക്കിയാൽ അറിയില്ല ഇത് പകുതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ടറിയില്ല. ഇത് 3/4 ഭാഗവും ഇത് അരഭാഗവുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനകത്ത് അരഭാഗത്ത് വെള്ളമുണ്ട്, ഇവിടെ 3/4 ഭാഗത്തും വെള്ളമുണ്ട് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ 1 and 2? 1ലെയും 2ലെയും ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ? സിമ്പിൾ ആണ്. ജാർ 1 is to ജാർ 2. 1ല് 3/4 ആണ്, 2ല് 1/2 ആണ്. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ? അല്ല. ഡിനോമിനേറ്ററിന് സെയിം ആക്കാൻ പറ്റില്ലേ? പറ്റും. 2നെ നമുക്ക് 4 ആക്കാലോ? പറ്റുമല്ലോ. യെസ്. ഇൻറ്റു 2 മുകളിലും താഴെയും ചെയ്താൽ മതി അല്ലെ? ഇവിടെ ഇൻറ്റു 2, ഇവിടെ ഇൻറ്റു 2. അപ്പൊ 3/4 is to 2/4. എത്രയാണ് നമ്മുടെ അംശബന്ധം വരേണ്ടത്? 3:2 ആണ് നമ്മളുടെ ഉത്തരം കിട്ടേണ്ടത്. 3:2 കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മാർക്കും കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബി ക്വസ്റ്റ്യനിലേക്ക് കിടക്കുവാണ്. സലീമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ പെയിന്റിന്റെ ക്വസ്റ്റ്യനിലിടാ, പെയിന്റ് മിക്സ് ചെയ്യുന്ന നമ്മുടെ ടെക്സ്റ്റിൽ പഠിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റോട് കൂടിയാണ് നമുക്ക് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സലീം മെയ്ഡ് റോസ് കളർ പെയിന്റ് ബൈ മിക്സിംഗ് വൈറ്റ് ആൻഡ് റെഡ് പെയിന്റ്സ്. നോക്കിക്കേടാ, വൈറ്റ് കളർ പെയിന്റും അതേപോലെ തന്നെ റെഡ് കളർ പെയിന്റും ആഡ് ചെയ്തുകൊണ്ട് ഇയാൾ റോസ് കളർ നമ്മുടെ ഇല്ല, എന്നാലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തെടുക്കാം. തൽക്കാലം ഇതിരിക്കട്ടെ. ഓക്കെ, റോസ് കളർ പെയിന്റ് എന്ത് ചെയ്യുവാണ്? ഇയാൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുവാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഒരു കാര്യം ഒന്ന് എഴുതാം. He added 2 liters of red paint. അപ്പൊ റെഡ് ഇയാൾ എത്ര ആഡ് ചെയ്തു? ആദ്യം 2 ലിറ്റർ ആഡ് ചെയ്തു. അതിനുശേഷം 6 liters ഓഫ് വൈറ്റ് പെയിന്റിലേക്കാണ് ഈ 2 ലിറ്റർ റെഡ് പെയിന്റ് ഒഴിച്ചത്. അപ്പോൾ വൈറ്റ് എത്രയുണ്ട്? വൈറ്റ് 6 ലിറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് റേഷ്യോ അപ്പൊ തന്നെ കൊടുക്കാലോ. റേഷ്യോ എത്രയാണ്? R:W എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2:6. ഒന്നുകൂടി ചെറുതാക്കുമ്പോൾ 1:3 കിട്ടുമല്ലോ. പ്രശ്നമൊന്നുമില്ലല്ലോ. R:W നമുക്ക് കിട്ടും. ഇനി അടുത്ത നോക്കിക്കേടാ, how many liters of red paint should be he add into 7.5 liters of white paint? ഇവിടെയാണ് നമുക്കൊരു പ്രശ്നം വന്നിരിക്കുന്നത്. 7.5 ലിറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒന്നുകിൽ നമുക്ക് 7.5നെ 7.5 എന്നെടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയും. അല്ലെങ്കിൽ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് 15/2 എന്നെടുക്കാം. എങ്ങനെ എടുത്താലും ഉത്തരം ശരിയായിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് റെഡ് പെയിന്റ്. റെഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ റെഡിന് നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കാം. വൈറ്റ് നമ്മുടെ കയ്യിലുണ്ട്. വൈറ്റ് എത്രയാണ്? 7.5 ലിറ്റർ വൈറ്റ് പെയിന്റ് എടുത്താൽ എത്ര ലിറ്റർ റെഡ് പെയിന്റ് എടുക്കണം എന്നാണ് ചോദ്യം അല്ലെ? അപ്പൊ നമുക്ക് 7.5 എന്നാണ് ഞാൻ തൽക്കാലം കൊടുക്കുന്നത്. 7.5. അപ്പൊ ഇവരെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇക്വേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവന്മാരെയാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. ചെയ്യാം നമുക്ക് എന്നാ. ഓക്കെ, അടുത്ത പേജിലേക്ക് കിടക്കുന്നു. 1:3 x:7.5 ആണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1/3 ഈസ് ഈക്വൽ ടു x/7.5 എന്ന് കിട്ടുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7.5 ഈസ് ഈക്വൽ ടു 3x എന്ന് കിട്ടുന്നു. Therefore x ഈസ് ഈക്വൽ ടു
7.5 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് 2.5 ലിറ്റേഴ്സ് എന്ന് എക്സിന്റെ വാല്യൂ കിട്ടുന്നു. കിട്ടിയല്ലോ. അപ്പൊ എത്രയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്? 2.5 ലിറ്റർ ആണ് നമ്മൾ എന്തെടുക്കേണ്ടത്? റെഡ് പെയിന്റ് എടുക്കേണ്ടത്. കിട്ടിയല്ലോ. 2.5 ലിറ്റർ ആണ് നമ്മളുടെ ഉത്തരം കിട്ടേണ്ടത്. ഒന്നുകിൽ നമുക്ക് 7.5/3 ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? 75/3 ചെയ്യാലേ. അപ്പോൾ 25 കിട്ടും. ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ടാൽ മതി. ഇനി മറ്റേ രീതിയിലാണ് ചെയ്യുന്നതെങ്കിലോ 7/1/2 നമ്മൾ 15/2 ആക്കി മാറ്റിയെങ്കിലോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 15/2 ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് എത്തിക്കാൻ. അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഇവിടെ 15/2 കൊടുത്ത് ഞാൻ 2 ഇപ്പുറത്തേക്ക് വരും, 2x/15 എന്നൊക്കെ വരും. കുറച്ചും കൂടി എന്താണ് പ്രശ്നം ഗുരുതരമാവും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് ഇതാണ് കുറച്ചും കൂടി എളുപ്പം. ഡെസിമൽ ഇട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 1/2 ലിറ്റർ എന്ന് മാറ്റി എഴുതിയാൽ പോരെ? സിമ്പിൾ അല്ലേ? അങ്ങനെ മാറ്റിയാൽ മതി. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. സി പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണേ. The width of a rectangle is 3 meters and height is 50 centimeter. Which of the following is the ratio of its width and height? ചുമ്മാ ഒന്ന് വായിച്ചു നോക്കി എഴുതിയ ആള് 3:50 ഓപ്ഷൻ എ എന്ന് എഴുതി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. നോക്കിയടാ, 3 മീറ്ററും 50 സെന്റിമീറ്ററുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ശരിയാവും? ഇല്ല. റേഷ്യോയിലേക്ക് മാറ്റണമെങ്കിൽ രണ്ടും ഒരേ യൂണിറ്റിലായിരിക്കണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് രണ്ടിനെയും മീറ്ററിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ രണ്ടിനെയും സെന്റിമീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ സെന്റിമീറ്ററിലേക്കാണ് മാറ്റാൻ പോകുന്നത്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആയിരിക്കൂടാ? 300 സെന്റിമീറ്റർ ആയിരിക്കും. കത്തിയോ? അപ്പോ ആദ്യത്തെ 300 സെന്റിമീറ്റർ ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഹൈറ്റ് ഓൾറെഡി സെന്റിമീറ്ററിലാണ്, 50 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പൂജ്യവും കട്ട് ചെയ്ത് കളഞ്ഞാൽ 30:5 എന്ന് കിട്ടും. ഇനി വീണ്ടും ചെറുതാക്കാലോ. 5ന്റെ മൾട്ടിപ്പിൾ അല്ലേ 30 എന്ന് പറയുന്നേ. അപ്പോ 6:1 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 1:6 ഇവിടെ കിടക്കുന്നുണ്ട്. തെറ്റിക്കാനുള്ള എല്ലാ ആൾക്കാരും ഓപ്ഷനിലുണ്ട്. 3:15 ആദ്യം വേണമെങ്കിൽ അത് കുത്താം അല്ലെ. 1:6. പക്ഷെ നമ്മളോട് അതല്ല പറഞ്ഞിരിക്കുന്നത്. വിഡ്ത്തും ഹൈറ്റും. വിഡ്ത്താണ് ആദ്യം വരണ്ടേ അല്ലെ. അപ്പൊ മാറ്റി 3 മീറ്റർ മാറ്റി, 300 സെന്റിമീറ്റർ മാറ്റി, 30 മാറ്റി, 6 ആണ് ആദ്യം വരണ്ടേ അല്ലേടാ. 6:1 ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടേണ്ട ഉത്തരം. കിട്ടിയായിരുന്നു? അത് കിട്ടിയായിരുന്നു. ഓപ്ഷൻ ഡി 6:1 ആണ് നമ്മളുടെ ഉത്തരം കിട്ടേണ്ടത്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ റിലേഷൻസ് എന്ന് വന്നിരുന്നതാണ്. ഓക്കെ, നോക്കാം നമുക്ക്. യെസ്. What is the highest power of 7 that can divide the product of numbers from 1 to 25 without a remainder? അപ്പൊ ഇതിനകത്ത് 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിൽ നിന്നും 7നെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന 7ന്റെ ഏറ്റവും വലിയ കൃതി ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മളോട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 7ന് നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാം, അതാണ് നമ്മുടെ കൺസേൺ. 7 നമുക്ക് 7x1 എന്ന് എഴുതിക്കൂടെ? പറ്റും. പിന്നെ 7നെ നമുക്ക് എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞാൽ 49 ആണ് പിന്നെ വരിക അല്ലെ. 7x7 വരുമ്പോഴേ പിന്നെ എന്ത് വരുള്ളൂ? 49 എന്ന് പറയുന്ന ഒരാള് 7x7 ചെയ്താലാണ് വരുന്നത്. പിന്നെ മറ്റൊരു രീതിയിലൂടെ ഒരാളുണ്ടല്ലോ 21. 7x3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? 21 കിട്ടും. അപ്പൊ ഇത്രയൊക്കെ നമുക്ക് എന്തിൽ വരുന്നുള്ളൂ? ഇവിടെ വരുന്നുള്ളൂ. പിന്നെ മറ്റൊരാളുണ്ടല്ലോ 14. 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മറ്റൊരാളാണ് 7x2 14 എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 പേരെ നമുക്ക് എടുക്കാം. പക്ഷെ വേറൊരു പ്രശ്നമുള്ളത്, ഈ 49 ഈ കൂട്ടത്തിലുണ്ടോടാ? ഇല്ല. കാരണം 25 വരെയുള്ള മൾട്ടിപ്പിൾസേ ഉള്ളൂ. അപ്പൊ 49 നമ്മൾ ചെറുതായിട്ടൊന്ന് ഒഴിവാക്കും. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, 25-നുള്ളിൽ വരുന്ന 7ന്റെ മൾട്ടിപ്പിൾസ് 7, 14, 21. ഓക്കെ, 28 എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം 25-ന് ശേഷമാണ്. അപ്പൊ 7, 14, 21 നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എത്ര പ്രാവശ്യം 7 വന്നടാ? ഇവിടെ ഒരു 7, ഇവിടെ ഒരു 7, ഇവിടെ ഒരു 7. അപ്പൊ എത്ര തവണ വന്നു? 3 തവണ വന്നു. 1, 2, 3. അപ്പൊ ഏതാണ് ഹയസ്റ്റ് പവർ വരേണ്ടത്? 7 ക്യൂബ്. 3 ആണപ്പോ നമ്മളുടെ ഏറ്റവും ഹയസ്റ്റ് പവർ. 7ന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ഓക്കെ ആണോ? അങ്ങനെ അടുത്തതിലേക്ക് കടക്കാം. ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. What is the highest power of 10 that can divide the product of numbers from 1 to 20 without remainder? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10ന്റെ പവർ എത്രയാണ്? ഈ 10ന്റെ പവർ എക്സിന്റെ സ്ഥാനത്ത് ഏത് വരും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി 10 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ 1x10 ചെയ്യാം, അല്ലെങ്കിൽ 5x2 ചെയ്യാം. ഇതാണ് നമുക്ക് ഉള്ള വഴി എന്ന് പറഞ്ഞാൽ അല്ലേടാ. 1x10 ചെയ്തൊരു കാര്യമില്ല. കാരണം 10ന് നമ്മൾ വീണ്ടും 2 പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുമ്പോൾ 5x2 വരും. അപ്പൊ 1x10 എന്തായാലും അവിടെ ഫെയിൽ ആയി. അപ്പൊ 5x2 നമുക്ക് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ചെയ്യാലോ. 5x2 ഇവിടെ കിടക്കട്ടെ. ഇനി 1 മുതൽ 20 വരെ ഉള്ളതിൽ 5ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എടുക്കും. ഏതൊക്കെയാണ്? 5 ഉണ്ട്, 10 ഉണ്ട്,
15 ഉണ്ട്, 20 ഉണ്ട്. 4 പേരിൽ വരുന്നുള്ളൂ. ഇതിനകത്ത് 5 അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി അടുത്ത ആള് 5 × 2 ആണ് 10. ഇനി 5 × 3 ആണ് 15. 5 × 4 ആണ് 20 എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ എത്ര അഞ്ചുകൾ വന്നടാ? 4 അഞ്ചുകൾ വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 അഞ്ചുകളാണ് വരുന്നതെങ്കിൽ അപ്പുറത്ത് 2 4 അല്ല 2 എത്ര എണ്ണം തന്നെ വരണം? 4 എണ്ണം തന്നെ വരണ്ടേ? പിടികിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ 1 2 3 4 4 പ്രാവശ്യം 5 വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഇവിടെ 5 എഴുതി, ഇവിടെ 5 എഴുതി, ഇവിടെ 5 എഴുതി. അപ്പൊ അതോട് നീക്കി എഴുതാം. ഇവിടെ 5 എഴുതി, ഇവിടെ 5 എഴുതി, ഇവിടെ 5 എഴുതി, ഇവിടെ 5 എഴുതി. ഇതിനോടൊപ്പം ഈ 4 പ്രാവശ്യം 5 വന്നതുപോലെ 4 പ്രാവശ്യം 2ഉം ഇതേപോലെ എഴുതിയാലല്ലേ നമുക്ക് 10 കിട്ടുകയുള്ളൂ. പിടി കിട്ടിയോ? ഈ ഒരു രീതിയിൽ നമുക്ക് 10 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എത്ര പ്രാവശ്യം 10 വന്നടാ? 4 പ്രാവശ്യം 10 വന്നു. അപ്പൊ ഏതാണ് ഇതിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത്? 10⁴ ആണ് ഹയസ്റ്റ് പവർ വരേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് 10⁴ ആൻസർ കണ്ടുപിടിക്കാം. 1 ഇട്ടിട്ട് 4 0 10,000 എന്ന് നമുക്ക് ഉത്തരവും കിട്ടും. പിടി കിട്ടിയോ? ഓക്കെ ആണോ? പറഞ്ഞാലും 4 പ്രാവശ്യം 5കൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 4 പ്രാവശ്യം തന്നെ 2കളും എഴുതിയാലാണ് നമുക്ക് ഉത്തരം കറക്റ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, ക്ലിയർ? 10⁴ ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ? നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. സി പാർട്ട് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളുടെ എന്താ പറയാ 8ാമത്തെ ചാപ്റ്റർ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ശ്രദ്ധിച്ചേടാ. 8⁴ × 8⁴2 a⁴m × n പ്രകാരമാണെങ്കിൽ എമ്മും എന്നും കൂടി കൂട്ടി 4 + 2 6 ആണ് ഇവിടെ വരണ്ടേ. പക്ഷെ ഇവിടെ 8 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ഇനി അടുത്തേക്ക് കിടക്കാം. 5⁴ എന്താ വരണ്ടേ? a⁴m n എന്ന് പറഞ്ഞാൽ a⁴mn ആണ് വരണ്ടേ അല്ലേ. അപ്പോൾ 5⁴8 × 4 5�32 ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ 5�12 ആണ് വന്നേക്കുന്നത്. അപ്പൊ അതും തെറ്റാണ്. ഇനി അടുത്ത് നോക്കിയടാ. 9�6 / 9�3. കുറയ്ക്കുമ്പോൾ 9�3 ആണ് ആൻസർ വരേണ്ടത്. പക്ഷെ ഇവിടെ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ അതും തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ കറക്റ്റ് വരേണ്ടത്. അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നില്ല. 3³ 3�6 താഴത്താണ് വലുത് കിടക്കുന്നത്. അപ്പൊ 6 - 3 ചെയ്യാം. അപ്പോൾ 3³ കിട്ടും. 1 മുകളിൽ വരും. 3³ എന്ന് പറഞ്ഞാൽ 27 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യൻ ഡെസിമലി എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 3ാമത്തെ 16 കിലോഗ്രാം അരി നമ്മൾ 5 പേർക്കായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 5 ബാഗുകളിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ബാഗിലും എത്ര കിലോഗ്രാം അരി ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ എന്താ? സിമ്പിൾ ആണ്. 16നെ 5 വെച്ചിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 16/5 3 ടൈംസ് പോകുന്നു, 15 വരുന്നു, റിമൈൻഡർ 1 വരുന്നു. ഉടനെ നമ്മൾ പോയിന്റ് ഇടുന്നു, 0 ഇടുന്നു, 2 ഇടുന്നു. എത്രയാണ്? 3.2 കിലോഗ്രാം ആണ് ഓരോ സഞ്ചിയിലും, ഓരോ ബാഗിലും 3.2 കിലോഗ്രാം അരി ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും കൂടി എഴുതാം. 3 1/5 കിലോഗ്രാം എന്ന് നമുക്ക് എന്ത് രീതിയിലും എഴുതാം? മിക്സ്ഡ് ഫ്രാക്ഷനിലാക്കിയും എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തയിലേക്ക് കിടക്കുമ്പോൾ നോക്കാം. What is the right weight of rice in kilogram and gram? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ തന്നിരിക്കുന്ന അളവിനെ കിലോഗ്രാമിലും ഗ്രാമിലും മാറ്റി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചേടാ. 3.2 കിലോഗ്രാം പറഞ്ഞിരിക്കുന്നത് അല്ലേ. 3.2 കിലോഗ്രാം അല്ലെങ്കിൽ 3.1/5 കിലോഗ്രാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം പറയണം. കിലോഗ്രാമും ഗ്രാമും തമ്മിലുള്ള ബന്ധം അറിയണം കേട്ടോ. ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. തിരിച്ചും പറയാനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/1000 കിലോഗ്രാം ആണ്. 1/1000 കിലോഗ്രാം ആണ്. ഈ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്കി 3.2 കിലോ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്തുണ്ട് അവിടെ? 3 കിലോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് നമുക്കറിയാം അല്ലേ. 3 കിലോഗ്രാം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി എത്ര ഗ്രാം കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് തീരുമാനിച്ചാൽ മതി അല്ലേ. 1/5 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫ്രാക്ഷൻ ഫോമിൽ 1/5 വന്നിട്ടുണ്ട്. മറ്റോടത്താണെങ്കിൽ 0.2 ആണ് തന്നെ. 3 + 0.2 3 + 0.2 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് 0.2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനൊരു കാര്യം ചെയ്താൽ മതി. 0.2നെ നമ്മളുടെ 1000 വെച്ചിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 ഗ്രാം എന്ന് കിട്ടും. എത്രയാണ്? 200 ഗ്രാം എന്ന് കിട്ടും. അപ്പൊ എത്രയാണ്? 3 കിലോയും 200 ഗ്രാമുമാണ് നമ്മളുടെ ഉത്തരം വരേണ്ടത്. 3 കിലോയും 200 ഗ്രാം. അല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ 1000നെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. മൊത്തത്തിൽ 1000 ആണല്ലോ. ആ 1000ൽ 1/5 ഭാഗം നോക്കിയിടാം. മൊത്തം 1000 ആണ് 1 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 1/5 ഭാഗമേ ഇവിടെ ഉള്ളൂ. അതായത് 3 കിലോയും
അതിന്റെ 1/5 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? കട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 കിട്ടുമല്ലോ, 200 കിട്ടുമല്ലോ. അങ്ങനെ ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും. 3 കിലോ 200 ഗ്രാം, അതാണ് ഉത്തരം. ഇനി സിയിലേക്ക് കിടക്കുന്നു. ഇഫ് ദ റൈസ് ഇൻ എ ബാഗ് ഇസ് ഡിവൈഡ് ഈക്വലി ഇൻടു 5 കണ്ടെയ്നേഴ്സ്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു ബാഗിൽ എത്ര വെച്ചിട്ടാടാ? ഒരു ബാഗിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 1/5 വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 16/5 വെച്ചിട്ടാണ് നമ്മൾ ഒരു ബാഗിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ഇഫ് ദ റൈസ് ഇൻ എ ബാഗ്, അതായത് 16/5 ആണ് ഒരു ബാഗിലുള്ള അരിയുടെ അളവ്. ഇതിനെ നമ്മൾ വീണ്ടും 5 കണ്ടെയ്നേഴ്സിലേക്ക് വീണ്ടും ഫർദർ ഡിവൈഡ് ചെയ്യുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ടു ഫൈൻഡ് ദി വെയിറ്റ് ഓഫ് റൈസ് ഇൻ എ കണ്ടെയ്നർ? അങ്ങനെയാണെങ്കിൽ ഒരു പാത്രത്തിലെ അരിയുടെ അളവ് എത്രയാണ്? അതായത് ഈ 16/5 നമ്മൾ വീണ്ടും ഈക്വൽ ആയിട്ട് 5 കണ്ടെയ്നേഴ്സിലേക്ക് വീണ്ടും നിറയ്ക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്ത് വരൂടാ? ഫ്രാക്ഷന്റെ പരിപാടിയാണ് വരുന്നത് അല്ലെ? ഫ്രാക്ഷൻ ആണ്. ഇവിടെ 5നെ 5/1 എന്നാക്കുന്നു. 2 ഫ്രാക്ഷൻസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 16/5 ഇൻറ്റു 1/5. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരം വരേണ്ടത്. ഓക്കെ ആണോ? ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരം വരേണ്ടത്. ഇനി അടുത്തതിലേക്ക് നമുക്ക് കടക്കാലോ. നോക്കൂ, ഡി ആണ്. വാട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് ദ റൈസ് ഇൻ 3 സച്ച് കണ്ടെയ്നേഴ്സ്? അങ്ങനെയാണെങ്കിൽ ഇത് 3 കണ്ടെയ്നേഴ്സിലേക്ക് ആക്കി കഴിഞ്ഞാൽ, അതായത് ഒരു കണ്ടെയ്നറിലെ കാര്യമാണ് 16/5 ഇൻറ്റു 1/5. അപ്പൊ നമുക്ക് എഴുതാലോ 16/5 ഇൻറ്റു 1/5 ഒരു കണ്ടെയ്നറിലെ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ 3 കണ്ടെയ്നറിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇൻറ്റു 3 ചെയ്താൽ മതി അല്ലെ? ഒരു കണ്ടെയ്നറിൽ ഇത്രയും ആണെങ്കിൽ 3 കണ്ടുപിടിക്കാൻ ഇൻറ്റു 3 ചെയ്താൽ പോരേടാ? മതി. നോക്കാലോ. 16 ഇൻറ്റു 3 നമുക്ക് എത്ര കിട്ടും? 48 കിട്ടുന്നു. 48/25 ഡിവൈഡ് ചെയ്ത് എടുത്താൽ മതി. ഇനിയിപ്പോ 25 താഴ്ത്തു വന്നു. ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു മാർഗം ഉണ്ടല്ലോ. ഡിനോമിനേറ്ററിൽ 25 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടെങ്കിൽ ഇൻറ്റു 4 ചെയ്താൽ എന്ത് വരും? ഇവനെ 100 ആക്കാം. ഇൻറ്റു 4 മുകളിലും ചെയ്യണം എന്ന് മാത്രം. ഓക്കെ ആണല്ലോ. അപ്പൊ മുകളിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8 ഇൻറ്റു 4 32, 16 3 19/100 1.92 കിലോഗ്രാം എന്ന് ഉത്തരം കിട്ടും. ഓക്കെ ആണോ? 25 താഴെ വന്നുകൊണ്ട് നമ്മൾ അതിനെ 100 ആക്കി മാറ്റാൻ 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഡെസിമൽസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ റെസിപ്രോക്കൽസും ഡെസിമൽസും ഫ്രാക്ഷൻസും എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? ഇത് 1.92 കിലോഗ്രാം ആണ് നമ്മളുടെ 3 പാത്രത്തിലെ അരിയുടെ അളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതിലേക്ക് നോക്കിക്കേ. ഈസ് 5/16 പാർട്ട് ഓഫ് 16/5? 5/6ന്റെ 16/5 ഭാഗവും 3/1/5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കണം? 16/5ന്റെ 5/16 ഒന്നാണോ? നോക്കിക്കണം. ഒന്നല്ലേ? ആദ്യം നോക്കി. മുകളിലൂടെ 16, ഇവിടെയും 16, ഇവിടെയും 16, ഇവിടെയും 16, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5. 2 കട്ട് ചെയ്താലും ഒരേ ആൻസർ കിട്ടാം അല്ലേടാ? ഒന്നാണ്. കാരണം എന്താണ്? റെസിപ്രോക്കൽ ആണ് വന്നിരിക്കുന്നത് അല്ലെ? പാർട്ടിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ എന്തിൽ വരുന്നത്? ടൈംസിൽ വരുന്നേ. ശ്രദ്ധിച്ചേ, 5/16 റെസിപ്രോക്കൽ ആണ് 16/5. 16/5 റെസിപ്രോക്കൽ ആണ് 5/16. അപ്പൊ റെസിപ്രോക്കൽ ഇട്ടാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ തുല്യമായിരിക്കും. Is 5/16 part of 16/5 and 3 1/5 times of 5/16 are same എന്നാ ചോദിച്ചിരിക്കുന്നത്? യെസ് എന്ന് എഴുതണം. ഓക്കെ. ഇനി നോ ആണെങ്കിൽ അതും എഴുതണം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. ഇത് നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തത് നോക്കാം. നമുക്ക് ഇന്ന് നമ്മുടെ 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. ദി സ്ക്വയർ ഓഫ് എ പ്രൈം നമ്പർ ഹാസ് ഓൺലി 3 ഫാക്ടേഴ്സ്. ഒരു പ്രൈം നമ്പറിന്റെ സ്ക്വയർ വർഗം എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ഘടകങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് എന്താ നോക്കിയാലോ, അതൊന്ന് പരിശോധിച്ച് കളയാം. നമ്മൾ ആദ്യം ഒരു പ്രൈം നമ്പർ എടുക്കുന്നു. എത്രയാണ് പ്രൈം നമ്പർ? നമുക്കിപ്പോ 3 എടുക്കാം. 3ന്റെ സ്ക്വയർ എടുക്കുന്നു. അത് എത്രയാണ്? 9 ആണ് 3ന്റെ സ്ക്വയർ എടുത്തിരിക്കുന്നത്. ഇനി 9 എത്ര ഫാക്ടേഴ്സ് ഉണ്ടാകും എന്നാണ് ചോദ്യം. 9 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 9 ഇൻറ്റു 1 എഴുതാം, അല്ലെങ്കിൽ 3 ഇൻറ്റു 3 എഴുതാം. അപ്പൊ ടോട്ടൽ എത്ര ഫാക്ടേഴ്സ് വന്നു? 1 ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട് അല്ലേടാ? 3 ഫാക്ടേഴ്സ് ഉള്ളൂ. കറക്റ്റ് ആണ്. ആ ഒരു പോയിന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തിലേക്ക് കിടക്കുന്നു. ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ദ പവർ ഓഫ് എ പ്രൈം നമ്പർ ഇസ് 1 മോർ ദാൻ ഇറ്റ്സ് എക്സ്പോണന്റ്. നോക്കിക്കേടാ, ഒരു അഭാജ്യ സംഖ്യയുടെ കൃതിയുടെ ഘടകങ്ങളുടെ എണ്ണം അതിന്റെ കൃത്യംഗത്തേക്കാൾ 1 കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? p⁻n ഫോമിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ n+1 ചെയ്താൽ മതി. അതായത് പവറിനോട് കൂടി 1 കൂട്ടിയാൽ മതി. കറക്റ്റ് ആണ്. 1 മോർ ദാൻ ഇറ്റ്സ് എക്സ്പോണന്റ്, അതും കറക്റ്റ് ആണ്. അപ്പൊ 1ഉം 2ഉം കറക്റ്റ് ആയി. ഇനി നമ്മൾ 3ലേക്ക് കിടക്കുന്നു. ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഡിഫറെന്റ് പ്രൈം നമ്പേഴ്സ് വിൽ ഹാവ് 3 ഫാക്ടേഴ്സ്. 2 വ്യത്യസ്തമായ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലത്തിന് 3 ഘടകങ്ങൾ ഉണ്ടാകും എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. 2 പ്രൈം നമ്പേഴ്സ് വേണം. അപ്പൊ നമുക്ക് 3ഉം 5ഉം കൊടുക്കാം. 3ഉം 5 എടുത്ത് എത്രയാടാ? 15 ആണ് കിട്ടുന്നത്. 15
15 3 ഫാക്ടേഴ്സ് ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. 15 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 15 നമുക്ക് 15 into 1 എന്ന് എഴുതാം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് 3 into 5 എന്ന് എഴുതാം. ഇവിടെ നോക്കുമ്പോൾ പക്ഷെ നോക്കിക്കേ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 4 ഫാക്ടേഴ്സ് ഇപ്പൊ തന്നെ വന്നു. 1 3 5 15. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇത് തെറ്റാണ്. ഈ പറഞ്ഞ പരിപാടി ഇവിടെ ആപ്ലിക്കബിൾ അല്ല, ഇത് തെറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ നാലാമത് പറഞ്ഞിട്ടുണ്ടല്ലോ, ദ പ്രൊഡക്റ്റ് ഓഫ് 3 different prime numbers will have 8 factors. അതിന് നമുക്കിത് ചെയ്ത് നോക്കാതെ ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, p raised to n into q raised to m into r raised to എക്സ്. എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ മുകളിൽ കിടക്കുന്ന പവർ ഇല്ലേടാ, ഈ പവറിനോട് കൂടെ ഒന്നൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടും. n+1 into m+1 into x+1. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ അല്ലേ? ഇങ്ങനെ എത്ര എണ്ണം പോയാലും നമ്മുടെ ഫാക്ടേഴ്സിനോടുകൂടെ ഒന്ന് കൂട്ടിയിട്ട് അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 8 ഫാക്ടേഴ്സ് കിട്ടുന്ന പറഞ്ഞിരിക്കില്ലേ? 3 different prime numbers. ഇവിടെ 3 പ്രൈം നമ്പേഴ്സ് അല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇപ്പോൾ മുകളിൽ ഇപ്പൊ പ്രൈം നമ്പേഴ്സിന് മുകളിൽ എന്തായിരിക്കും പവർ വരുന്നത്? എന്തായിരിക്കും? 1 തന്നെയായിരിക്കും വരുന്നത് അല്ലെ? അപ്പോ 1+1 into 1+1 into 1+1 വരാവുന്നതല്ലേ? വ്യത്യസ്തങ്ങളായ 3 അഭാജ്യസംഖ്യകളുടെ ഗുണനഫലത്തിന് 8 ഘടകങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ 2 into 2 നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ 4ഉം കറക്റ്റ് ആണ്. അപ്പൊ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറയണേ? 1 2 4 ഏതായിരിക്കും വരേണ്ടത്? ആദ്യം 1 2 4 ദേ വന്നു. ഓപ്ഷൻ ബിയിൽ മാത്രമേ 3 പേര് വരുന്നുള്ളൂ. അപ്പൊ ഏതോ കറക്റ്റ് ആൻസർ ഇതാണ്, ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഒന്ന് ചലിക്കുവാണ്. See some numbers which are the powers of 2. രണ്ടിന്റെ കൃതികളായിട്ടുള്ള ചില സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. Write the factors of each number. ഓരോ സംഖ്യയുടെയും ഘടകങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. 2ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം. പാവോടാ, രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇനി 4ന്റെ കാര്യത്തിലേക്ക് വന്നാലോ, 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. കാരണം 4നെ നമുക്ക് 4 into 1 എന്നും എഴുതാം, അതേപോലെ തന്നെ 2 into 2 എന്നും എഴുതാം. അപ്പൊ 1 2 4 അത്രയല്ലേ വരുള്ളൂ, അത്രേ ഉള്ളൂ. ഇനി 8ന്റെ കാര്യത്തിലേക്ക് വന്നാലോ, ആദ്യം തന്നെ 1 എഴുതാം, ആദ്യം തന്നെ 8 എഴുതാം. അതേ നമ്പറും 1ഉം നമുക്ക് ആദ്യം തന്നെ ഒന്നും നോക്കാതെ എടുത്ത് എഴുതാം. 8 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 into 8, 4 into 2, അത്രയല്ലേ പറ്റത്തുള്ളൂ, അത്ര പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് കിട്ടി? 2ഉം 4ഉം കൂടി കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് ഓർഡർ ആക്കി എഴുതാം. 2 4 8 1 2 4 8. ഇനി അടുത്ത് 16 ആണ്. 16ന് കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാവും അല്ലെ? 16നെ നമുക്ക് നോക്കാം. 16നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 into 16, 4 into 4, കൂടാതെ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ 8 into 2. അപ്പോ 1 16 4 8 2 എത്ര ഫാക്ടേഴ്സ് ആയി? 5 ഫാക്ടേഴ്സ് കിട്ടില്ല. അപ്പൊ 1 2 4 8 16 നമ്മൾ വൃത്തിയാക്കി എഴുതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ മാർക്ക് കിട്ടും. ഇനി അതിനുശേഷം അടുത്തയിലേക്ക് കടക്കുമ്പോൾ സി ആണ്. ഫണ്ട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഈച്ച് നമ്പർ. ഓരോന്നിന്റെയും ഘടകങ്ങളുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ കണ്ടുപിടിച്ച് എഴുതണോ? വേണ്ട. 2ന് 2 എണ്ണം, അതേപോലെ തന്നെ 4ന് 3 എണ്ണം, 8ന് 4 എണ്ണം, 16ന് 5 എണ്ണം. ഇതെല്ലാം എന്താണ്? നമ്മുടെ 2ന്റെ പവേഴ്സ് ആണ്. അപ്പൊ എന്തായാലും കൂടി വരുള്ളൂ. ആദ്യത്തേല് 2 2, പിന്നെ 3 2, പിന്നെ 4 2, പിന്നെ 5 2, അങ്ങനെ കൂടി വരുള്ളൂ. അപ്പൊ ഫാക്ടേഴ്സും അതിനനുസരിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. പിടികിട്ടിയോ? ഇനി അടുത്തതിലേക്ക് കിടക്കുവാണ്, ഡി പാർട്ട് ആണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് ദി സം ഓഫ് ഫാക്ടേഴ്സ് എക്സ്ക്ലൂഡിംഗ് ദ നമ്പർ? നമുക്ക് നോക്കാം. നമ്പർ, നമുക്കൊരു നമ്പർ എടുക്കാം. 8 എടുക്കുന്നു, അതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഒരു സംഖ്യയും ആ സംഖ്യ ഒഴികെയുള്ള അതിന്റെ ഘടകങ്ങളുടെ തുകയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു സംഖ്യ അത് എത്രയാണ്? 8 ആണ് അല്ലെ? ആ സംഖ്യയും ആ സംഖ്യ ഒഴികെയുള്ള അതിന്റെ ഘടകങ്ങളുടെ തുകയും, അതായത് 8 എടുക്കാൻ പാടില്ല. 1 2 4 എത്ര കിട്ടൂടാ? നോക്കിക്കേ, 4 2 6 1 7 കിട്ടുന്നത് അല്ലേ? 8നേക്കാൾ ചെറുതാണ് ഈ സമ്മ് കിട്ടിയിരിക്കുന്നത് അല്ലേ? 8നേക്കാൾ ചെറുതാണ് നമ്മളുടെ സമ്മ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു നമ്പർ എടുത്ത് നോക്കാം. 4 എടുത്ത് നോക്കിയാലോ? 4ന്റെ കേസ് പറയുകയാണെങ്കിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. 4 എടുക്കാൻ പാടില്ല. 4 ഒഴിച്ച് ബാക്കിയുള്ള 2 പേരെയും എടുക്കാം. 1 + 2 3 കിട്ടുന്നത് അല്ലേ? 4നേക്കാൾ ചെറുതാണ് നമുക്ക് കിട്ടുന്ന 3 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തിനകത്ത് കിട്ടുന്നുണ്ട്? അതായത് ആ നമ്പറിനേക്കാൾ ചെറുതാണ് അതിന്റെ തുക കിട്ടിയിരിക്കുന്നത് അല്ലെ? നമ്പറിനേക്കാൾ ചെറുതാണ് എപ്പോഴും തുക കിട്ടിയിരിക്കുന്നത്. 1 ചെറുതാണ്, 8നേക്കാൾ 1 ചെറുതാണ് 7, 4നേക്കാൾ 1 ചെറുതാണ് 3 കിട്ടിയിരിക്കുന്നത്. പിടികിട്ടിയോ? 1 കുറഞ്ഞാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് കിടക്കാം. ഓക്കെ, യെസ്.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് ഹാൻഡ് മാത്ത് എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നോക്കിയടാ, ഏറ്റവും ആദ്യം എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസും പ്ലസും വരുവാണെങ്കിൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് മൈനസ് ആവും. ഇനി മൈനസും മൈനസ് ലെഫ്റ്റിലാണെങ്കിൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസും പ്ലസും ആവും. ഇവിടെ മൈനസും പ്ലസും ആണ്, അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് മൈനസ് ആവണം. ഓപ്ഷൻ 3 ആണ് വരേണ്ടത്. ഇതാണ് കറക്റ്റ് മാച്ച്. ഇനി അടുത്തതിൽ മൈനസ് മൈനസ് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് പ്ലസ് ആകണം. ദേ കിടക്കുന്നു. ഓക്കെ, ഇനി അടുത്തതിൽ പ്ലസും മൈനസും ആണ്. അതിനകത്ത് വേറെ വ്യത്യാസം സൈന് വരില്ല, ബ്രാക്കറ്റിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇതാണ് വരുന്നത്. അപ്പൊ 3 4 1 3 2 1 നോക്കാലോ. യെസ്, 1 3 ആണ്. അപ്പൊ 1 3 വരുന്ന ഓരോ ഓപ്ഷൻ സി ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം കിട്ടേണ്ടത്. ഓക്കെ ആണോ? പിടികിട്ടുന്നുണ്ടല്ലോ അല്ലെ? പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. ഇത് നമ്മൾ ഓൾജിബ്രിക് ഫോമില് ബീജഗണിത രൂപത്തിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സെന്റൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. റൈറ്റ് ദി സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ യൂസിംഗ് ദി ഷോർട്ട് ഹാൻഡ്. സം ഓഫ് 10 times a number and 4 times the same number is 14 times the same number. ഒരു സംഖ്യയുടെ 10 മടങ്ങ്. അപ്പൊ സംഖ്യ നമ്മൾ എക്സ് എന്ന് എടുത്താൽ അതിന്റെ 10 മടങ്ങ് എത്രയാടാ? 10x ആണ് അതിന്റെ 10 മടങ്ങ്. അതിനോടുകൂടി അതിന്റെ 4 മടങ്ങ് എടുക്കാന്ന് പറഞ്ഞാൽ 4x കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 14x കിട്ടണം. എന്താണ്? ഒരു സംഖ്യയുടെ 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ 10x ആണ്, 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4x ആണ്, 14 മടങ്ങ് എന്ന് പറഞ്ഞാൽ 14x ആണ്. കറക്റ്റ് അല്ലേ? 10x-നോടുകൂടെ 4x കൂടി വന്നാൽ 14x. സിമ്പിൾ. ഇത് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടി. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇനി അടുത്തതിലേക്ക് കടക്കുമ്പോൾ ഡു ദി ഫോളോയിങ് കാൽക്കുലേഷൻസ് മെന്റലി, റൈറ്റ് ദി മെത്തേഡ് യൂസ് ഫോർ കാൽക്കുലേഷൻ. ആദ്യം തന്നെ നമ്മൾ അതൊന്ന് നോക്കാം. മൈനസ് മൈനസ്, അപ്പൊ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് പ്ലസ് ആകണം. എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ്. ബ്രാക്കറ്റ് ദേ ഇപ്പുറത്തോട്ട് മാറും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മാറ്റി എഴുതാലോ. 410 minus 6.5 minus 3.5 is equal to 410 minus 6.5 plus 3.5. കൂട്ടാലോ നമുക്കപ്പോ. 410 minus 10 that is equal to 400 ആണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. പെട്ടെന്ന് കിട്ടും. കാരണം 6.5 3.5 കൂടി കൂട്ടിയാൽ 6 3 9, അരയും 1 9 1 10, 410 10 കുറച്ചാൽ 400. സിമ്പിൾ, ഡയറക്റ്റ് കിടക്കുന്ന കണക്കാണ്. പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി, സോറി, സബ് ക്വസ്റ്റ്യൻ ഡിയിലേക്ക് കിടക്കുന്നു. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇൻ ഓർഡിനറി ലാംഗ്വേജ്. ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ സാധാരണ ഭാഷയിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ കുറച്ച് പേർക്ക് അയ്യോ ഇതെന്തത് സാധാരണ ഭാഷയോ, അതേത് ഭാഷ, അങ്ങനെ മാറ്റി എഴുതുന്നത് എങ്ങനെയാണ് എന്ന് ഡൗട്ട് തോന്നിയിട്ടുണ്ടാകും. സംഭവം പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് അപ്ലൈ ചെയ്ത് എഴുതാം. അതായത് ഇതിപ്പോ ബീജഗണിത രൂപം ഓൾജിബ്രിക് ഫോമിലല്ലേ കിടക്കുന്നേ, ഇതിനെ നമ്മൾ നമ്പേഴ്സിലേക്ക് മാറ്റാം. അതായത് എക്സിന് ഒരു വാല്യൂ കൊടുക്കാം, വൈനേക്കാൾ വലിയ വാല്യൂ കൊടുക്കാം, ദാറ്റ് ഈസ് ഒരു 16 കൊടുക്കാം. വൈന് നമ്മൾ അതിനേക്കാൾ കുറച്ച് ചെറുത് 10 കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ കൂടെ അപ്ലൈ ചെയ്താൽ മതി. ശ്രദ്ധിച്ചേടാ, എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. നോക്കി, 16 പ്ലസ് 10 അവിടെ കിടക്കട്ടെ, മൈനസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ കിട്ടുമോ നമുക്ക് ശ്രദ്ധിക്കാം. 16 പ്ലസ് 10 26 അല്ലേ. മൈനസ് 16 ചെയ്ത് എത്രയാ? ആ 10 അത് തന്നെയല്ലേ വൈൻ്റെ വാല്യൂ. തത്രയുള്ള പരിപാടി. പിടികിട്ടിയോ? ഇതാണ് പരിപാടി ചെയ്യേണ്ടത്. ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും നമ്പർ കൊടുക്കുക, ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുക, പക്ഷേ ഈക്വൽ ആയിട്ട് വരണം അപ്പുറത്ത്. ഓക്കെ, 26 നിന്നും 16 കുറച്ച് അപ്പുറത്ത് 10 കിട്ടിയിരിക്കണം. ഓക്കെ ആണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പാർട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. 10 minus 4 minus 2ഉം 10 minus 4 minus 2ഉം സെയിം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലെ. 10 minus 4 minus 2 എന്ന് പറയുമ്പോൾ മൈനസും മൈനസും ആണ്, അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസും പ്ലസും ആവും അല്ലെ. ബ്രാക്കറ്റിലും ചേഞ്ച് വരും. എന്ത് വരൂടാ? 10 minus 4 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 plus 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ് കിട്ടുന്നത്. ഓക്കെ, അത്രയും കാര്യം നമുക്കറിയാം, അത് നമുക്കറിയാവുന്നതാണ്. ഇനി അടുത്ത് ചെയ്ത് നോക്കാം. 10 minus 4 minus 2, മൈനസ് 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 പ്ലസ് ആകുന്നു, ബ്രാക്കറ്റിൽ വ്യത്യാസമുണ്ട്. 10 minus 6 that is equal to 4. ഈക്വൽ ആണോ? ഇല്ല. ആദ്യത്തേതിൽ നമുക്ക് 8 എന്നും രണ്ടാമത്തേൽ നമുക്ക് 4 എന്നുമാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവന്മാർ രണ്ടുപേരും എന്തല്ല, സെയിം അല്ല എന്നുള്ള കാര്യം നമുക്ക് ആദ്യം എഴുതണം. റൈറ്റ് ദ സ്റ്റെപ്സ് ഓഫ് കാൽക്കുലേഷൻ. ഇതേപോലെ അങ്ങോട്ട് കാൽക്കുലേഷൻ എഴുതി ഇത് തെറ്റാണ് എന്നുള്ള കാര്യം എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. ഒന്നല്ല എന്നുള്ള കാര്യം എഴുതണം കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് 2 പാർട്ട് ഉണ്ട്. 6A-യും 6B-യും എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് 6A. ലീന സോൾട്ട് 3.5 liters of milk a day. She got 51.50 rupees for 1 liter of milk. ലീന എന്ന്
എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 3.5 ലിറ്റർ മിൽക്ക് എല്ലാ ദിവസവും വിൽക്കുന്നുണ്ട്. ഓക്കെ, ഷീ ഗോട്ട് 51.50 rupees ഫോർ 1 ലിറ്റർ ഓഫ് മിൽക്ക്. ഒരു ലിറ്ററിന് 51.5 രൂപയാണ് നമ്മളുടെ ലീന ചാർജ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3.5 ലിറ്റർ പാല് വിറ്റ ഈ ഒരു ദിവസം പാല് വിറ്റതിലൂടെ ലീനയ്ക്ക് എത്ര രൂപ ലഭിച്ചിട്ടുണ്ടാകും? സിമ്പിൾ. എത്രയാണ്? എമൗണ്ട് ഈസ് ഈക്വൽ ടു 1 ലിറ്ററിന് 51.5 ആണെങ്കിൽ 3.5 ലിറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 3.5 ഇൻറ്റു 51.50 ചെയ്താൽ പോരെ? സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ കാര്യം. നോക്കിക്കേടാ, എങ്ങനെ ചെയ്യാം? നമുക്ക് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഫ്രാക്ഷൻ ആക്കിയും ചെയ്യാം, അല്ലെങ്കിൽ നോർമലിയും ചെയ്യാം. നമുക്കൊന്ന് ഫ്രാക്ഷൻ ട്രൈ ഔട്ട് ചെയ്യാം. 35/10 ഇൻറ്റു 5150/100 ഇങ്ങനെ ചെയ്തു നോക്കാലോ. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ 2 പൂജ്യം അപ്പുറത്തും 1 പൂജ്യം ഇപ്പുറത്തും ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? 2 പേരെയും 1 പൂജ്യം കൂടി ഇട്ട് മുകളിലും താഴെയും ഇടണം. 350 ഇൻറ്റു 5150. സോറി മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ആ ഒരു പരിപാടി പറ്റത്തില്ല. സോറി ആ ഒരു പരിപാടി പ്ലസിലും മൈനസിലും മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, പ്ലസിലും മൈനസിലും മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ അത് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? നോർമലി ചെയ്യുന്ന പോലെ തന്നെ 35നെയും അതേപോലെ തന്നെ 5150നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 180 250 എന്നാണ് നമുക്ക് കിട്ടാം. 180 250. എത്ര സ്ഥാനത്തേക്ക് പോയിന്റ് ഇടണോടാ? അപ്പുറത്ത് 2 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം. അപ്പൊ മൊത്തത്തിൽ 3 സ്ഥാനം നീക്കിയാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്. എത്രയാണ്? 3 സ്ഥാനം നീക്കിയാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്. അപ്പൊ എത്ര കിട്ടും? 180.250 രൂപയാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. കൃത്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, കൃത്യമായിട്ട് സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തയിലേക്ക് കടക്കുമ്പോൾ ഓൺ അനദർ ഡേ, മറ്റൊരു ദിവസം ലീനയ്ക്ക് 286.25 രൂപയാണ് കിട്ടിയത് ഫ്രം സെല്ലിംഗ് 5 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. അതായത് ഈ ഒരു ദിവസം 5 ലിറ്റർ പാല് വിറ്റപ്പോൾ നമ്മളുടെ കുട്ടിക്ക് 256.25 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ പാലിന് ആ ദിവസം എത്ര രൂപ വെച്ചിട്ടാണ് നമ്മൾ വിറ്റത് എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ 1 ലിറ്ററിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ. 256.25നെ 5 വെച്ചിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 256.25 ഡിവൈഡഡ് ബൈ 5 ചെയ്തിട്ട് 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. നമുക്ക് ഉത്തരം കിട്ടുന്നത് 5125 എന്നാണ്. 5125 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ 51.25 രൂപയാണ് നമുക്ക് ഇവിടെ ഉത്തരം കിട്ടിയത്. 51.25 rupees is the correct answer. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. Which of the following is equal to 0.45 into 1.45? ശ്രദ്ധിച്ചേ, ഇവിടെ എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടേക്കണേ? 2 സ്ഥാനം. ഇപ്പുറത്തെ എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടേക്കണേ? 2 സ്ഥാനം. ഇവനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 2 സ്ഥാനം ആയതുകൊണ്ട് ഡിനോമിനേറ്ററിൽ 2 സ്ഥലത്ത് 100 വരണം. അത് മാത്രം നോക്കിയാൽ മതി. നോക്കിക്കേ, താഴത്തെ 2 സ്ഥലത്ത് 100 വന്നേക്കുന്നത് ഓപ്ഷൻ സിയിൽ മാത്രമാണ്. Therefore ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 6B ക്വസ്റ്റ്യൻ ആണ്. 6Bയും ഭയങ്കര എളുപ്പമായിരുന്നു. ഒരു ഹെക്സഗൺ തന്നിട്ടുണ്ട്, ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 വശങ്ങളുള്ള ഒരേപോലെ ഇരിക്കുന്ന ഒരു ഫിഗർ, എല്ലാ വശങ്ങളും തുല്യമായ 6 വശങ്ങളുള്ള ഒരു പോളിഗണാണ് ഈ തന്നിരിക്കുന്ന ഹെക്സഗൺ എന്ന് പറയുന്നത്. അതിന്റെ ഒരു വശത്തിന്റെ നീളം 2.16 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എത്ര? സിമ്പിൾ. 6 വശങ്ങളുള്ളത് കൊണ്ട് 6 പ്രാവശ്യം 2.16നെ തമ്മിൽ കൂട്ടുക, അല്ലെങ്കിൽ 2.16നെ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഉത്തരം എന്ന് പറയുന്നത് 12.96 സെന്റിമീറ്റർ ആണ് കേട്ടോ. 12.96 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ 6.5 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 4.5 സെന്റിമീറ്റർ. ഏരിയ എത്രയാണ്? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിഞ്ഞാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഏരിയ ഓഫ് റെക്ടാംഗിൾ, ചതുരത്തിന്റെ പരപ്പളവ് ഇക്വേഷൻ അറിയാമോ? L into B, length into breadth, നീളം into വീതി. അപ്പൊ എന്താണ് ഇവിടുത്തെ നീളം? 6.5 ആണ് നീളം, 4.5 ആണ് വീതി. രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. 29.25 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത് കേട്ടോ. 29.25 സെന്റിമീറ്റർ സ്ക്വയർ എഴുതണം, കാരണം ഇവിടെ ഏരിയ ആണ്, അതിന് മാർക്ക് ഉണ്ടാവും കേട്ടോ. സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ള കാര്യം എഴുതിയിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2.16ഉം 1.6ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ഈ പറയുന്നതിൽ ഇതാണ്. നോക്കിക്കേ, ഇവിടെ 2 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം. അപ്പൊ മൊത്തത്തിൽ 3 സ്ഥാനം നിങ്ങൾക്ക് പോയിന്റ് ഇട്ടിരിക്കുന്നത് ഏതാന്ന് നോക്കിയാൽ ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ, അപ്പൊ അത് പറ്റത്തില്ല. ഇവിടെ 3 സ്ഥാനം,
ഇവിടെ എത്രയാ 4 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം. അപ്പൊ ഇവന്മാര് രണ്ടുപേരും കട്ടായി പോകും. ആൻസർ ഈസ് ഓപ്ഷൻ ബി. അങ്ങനെ നോക്കിയാൽ മതി, ഒറ്റടിക്ക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ 2 സ്ഥാനം 1 സ്ഥാനം, അപ്പൊ 3 സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ടിരിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ ബി ആണ് ഉത്തരം കിട്ടേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ചെയ്ത് what is the length of one side of a square with perimeter 16.4 cm? 16.4 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഓൾറെഡി പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് സ്ക്വയർ is equal to 16.4. സമചതുരത്തിന്റെ ചുറ്റളവ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അതിന്റെ ഇക്വേഷൻ അറിയണമല്ലോ. അപ്പോ ചെയ്യണമെങ്കിൽ ഏതാണ് ഇക്വേഷൻ? 4a അല്ലെങ്കിൽ 4 into സൈഡ് ആണ് ഈ തന്നിട്ടുള്ള 16.4 എന്ന് പറയുന്നത്. therefore സൈഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണോടാ? 16.4 divided by 4, 164 നമ്മൾ ആദ്യം തന്നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 41 കിട്ടും. ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 4.1 സെന്റിമീറ്റർ എന്നാണ് നമ്മളുടെ ഉത്തരം നമുക്ക് കിട്ടേണ്ടത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കാരണം ഇത് ടെക്സ്റ്റിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ടെക്സ്റ്റിലുണ്ട് ഇത് സെയിം ക്വസ്റ്റ്യൻ, ആ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് തന്നെ അവരെടുത്ത് ക്വസ്റ്റ്യൻ ഇട്ടതായിരിക്കും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റേ നമ്പർ റിലേഷനും റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനും ഇത് മാത്രമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി തെറ്റിപ്പോയ ആൾക്കാരെ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണം. കൂടാതെ ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു ഏറ്റവും ടഫ് എന്നുള്ള കാര്യം കൂടി ഒന്ന് താഴത്തെ കമന്റിൽ അറിയിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ഇനിയിപ്പോ ഈ ഒരു എക്സാമിന് പറ്റാതിരുന്ന നമുക്ക് ഇനി അടുത്ത എക്സാമിന് പിടിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.